നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു പക വീട്ടിലായിപ്പോയി കേട്ടോ. TCയോട് സ്വന്തം മൈതാനത്ത് തോറ്റതിൻ്റെ പക അവരുടെ മൈതാനത്ത് പോയി വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചുകൊണ്ട് RCB തീർത്തിരിക്കുന്നു. 75 റൺസിന് ഓൾ ഔട്ടാക്കുകയും 81 പന്തുകൾ ശേഷിക്കെ വിജയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവരെ തീർത്തു. ആ തീർക്കലിൽ വിരാട് കോഹ്ലി 15 പന്തിന്ന് ഒരു 4 2 6 അടക്കം 23 റൺസ് അടിച്ച് പുറത്താകുന്നു. അതോടുകൂടി IPLൻ്റെ ചരിത്രത്തിൽ മറ്റാർക്കും ഇതുവരെ എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. കിങ് കോഹ്ലി ഒരേ ഒരു രാജാവ്. അതെ, IPLൻ്റെ ചരിത്രത്തിൽ 9000 റൺസ് തികക്കുന്ന ആദ്യ താരമായിട്ട് ഇന്ന് വിരാട് കോഹ്ലി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നത്തെ ഈ റൺസുകളോടുകൂടി 275 കളികളിൽ നിന്ന് 9012 റൺസ് ആയിരിക്കുന്നു. മറ്റാരും 8000 പോലും തികച്ചിട്ടില്ല. അപ്പോഴാണ് കോഹ്ലി 9000വും കടന്നു പോകുന്നത്. 275 മത്സരങ്ങൾ, 267 ഇന്നിങ്സുകൾ, 42 തവണ നോട്ട് ഔട്ടായി 9012 റൺസ് അടിച്ചു. 113 നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ. 40.05 ആവറേജ്. 6753 പന്തുകൾ നേരിട്ടു. 133.8 സ്ട്രൈക്ക് റേറ്റിലാണ് ഈ സ്കോറിംഗ് വന്നത്. 8 സെഞ്ചുറികളും 66 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. 808 ഫോറുകളും 305 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു. മറ്റാരുമില്ലെന്നേ, 8000 പോലും ആർക്കുമില്ല. രണ്ടാമതുള്ള രോഹിത് ശർമ്മക്ക് 276 കളികൾ, അതായത് കോഹ്ലിയേക്കാൾ ഒരു കളി കൂടുതലാണ്. 271 ഇന്നിങ്സുകൾ, കോഹ്ലിയേക്കാൾ 4 ഇന്നിങ്സുകൾ അധികമാണ്. എന്നിട്ട് 7183 റൺസേ ഉള്ളൂ. 8000 പോലുമില്ല രണ്ടാമതുള്ളയാൾക്ക്. 109 നോട്ട് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്കോർ. 132.6 സ്ട്രൈക്ക് റേറ്റ്, അതായത് കോഹ്ലിയേക്കാൾ താഴെ സ്ട്രൈക്ക് റേറ്റിലാണ് രോഹിത്തിൻ്റെ സ്കോറിംഗ് വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക. മൂന്നാമതുള്ള ശിഖർ ധവാന് 6769 റൺസേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും കിങ് കോഹ്ലിക്കൊപ്പം എത്താൻ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരേ ഒരു രാജാവ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.